ഉഷാരാജനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാരും പരിചയപ്പെട്ടതിൽ സന്തോഷം. കേൾക്കാമല്ലോ എല്ലാവർക്കും? കേൾക്കാം. അപ്പം ഇത് ഒരാഴ്ച മുമ്പാണ് ബിന്ദു ശർമ്മ എന്നെ ഇങ്ങനെ വിളിച്ചു വെച്ചു, ചേച്ചി പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നോക്കാം. ഒന്ന് ഉഴപ്പി നോക്കി ഞാൻ, പക്ഷെ പിറ്റേ ദിവസം മത്സര ചേച്ചി വിളിച്ചു. അപ്പൊ എനിക്ക് എന്തുകൊണ്ടോ ചെയ്യാം, മത്സര ചേച്ചിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ചെയ്യാം, ഒരു പ്രശ്നമില്ല, ചെയ്യാം എന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. എനിക്ക് വളരെ സന്തോഷം. എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാ സ്ഥലങ്ങളിലും ഇത് ആഘോഷിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ തിരുവാതിരയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാൻ പ്രാപ്തയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നിരുന്നാലും ഞാൻ കണ്ട് ശീലിച്ച തിരുവാതിര ആചാരങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൊച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ തിരുവാതിര ആചരിച്ചു വരുന്നുണ്ടല്ലോ. ഞാൻ ജനിച്ചു വളർന്ന തിരുവല്ല എന്ന കൊച്ചു സ്ഥലത്ത് ഞങ്ങൾ ആചരിച്ചു വന്ന രീതികളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിപ്പോ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവനന്തപുരത്താണ്. അതിന് മുമ്പ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു. അപ്പം ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ പലയിടത്തു നിന്നുമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ശീലിച്ചു വന്ന തിരുവാതിരയെ കുറിച്ചും ആണ് പറയുന്നത്. സാധാരണ നമ്മുടെ ഇല്ലത്തൊക്കെ തിരുവാതിരയ്ക്ക് 12 ദിവസം മുൻപ് തന്നെ തിരുവാതിര കളിച്ചു തുടങ്ങും. അതായത് ധനുമാസത്തിലെ തിരുവോണം മുതൽ കളിച്ചു തുടങ്ങും. അത് ഏകദേശം 7 ദിവസം മുമ്പ് മുതൽ തന്നെ തുടിച്ചുകുളിയും തുടങ്ങും. ഇത് പുത്തൻ തിരുവാതിരക്കാർക്ക് വ്യത്യാസമുണ്ട്. അവരെ 28 ദിവസം മുൻപ് തിരുവാതിര കളിച്ചു തുടങ്ങണം. 12 ദിവസം മുൻപ് തുടിച്ചുകുളിയും തുടങ്ങണം. ഇതിന്റെ എന്താ പറഞ്ഞ സാങ്കേതികമായ പണ്ടുള്ളവർ ബുദ്ധിപൂർവ്വം ചെയ്തതായിരിക്കാം. കാര്യം ഈ 28 ദിവസം കളിച്ച് ശീലമായി ആ തിരുവാതിരയുടെ അന്ന് ആകുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് കളിക്കാനും അറിഞ്ഞിരിക്കും, കുറെ പാട്ടുകളും പഠിച്ചിരിക്കും. എല്ലാം കൂടെ ചേർത്തായിരിക്കും അന്ന് അവരിങ്ങനെ ഒരു ആചാരം തുടങ്ങി വെച്ച് ഇത്രയും ദിവസം മുമ്പ് തുടങ്ങണം. ഇപ്പോഴും തിരുവല്ലയിൽ എൻ്റെ അമ്മാത്ത തോട്ടാശ്ശേരി ഇല്ലത്ത് ഇതുപോലെ തന്നെ ആചരിച്ചു വരുന്നുണ്ട് എല്ലാ വർഷവും. ഇന്ന് 5-ാം തീയതി വീണ്ടും ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കണ്ടു വളർന്നിരിക്കുന്നത്. അപ്പൊ തുടിച്ചു വിളിച്ചു വന്ന് മുറ്റത്ത് തന്നെ തിരുവാതിര കളിക്കണം. ഈ ഗണപതി, സരസ്വതി, ശിവൻ, ദേവിമാരുടെ സ്വയംവരങ്ങള്, സന്താനഗോപാല എന്നിവ നിർബന്ധമായിട്ടും പാടിയിരിക്കണമെന്ന് മുത്തശ്ശിമാര് പറയാറുണ്ട്. നമ്മുടെ പ്രധാന തിരുവാതിര ദിവസത്തെ, അതായത് തിരുവാതിര ദിവസത്തെ ആചാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും തിരുവാതിരയുടെ തലേ ദിവസം, പലപ്പോഴും തലേ ദിവസം ആയിരിക്കും മകയിരം വരുന്നത്. മകയിര നക്ഷത്രത്തിൽ ചേടി വരച്ച് നിറപറയും നിലവിളക്കും വെച്ച് അതിനു മുമ്പിൽ കിഴക്കോട്ടിരുന്ന് മംഗല്യമുള്ള സ്ത്രീകളും ഋതുമതി ആയ കുട്ടികളും എട്ടങ്ങാടി നിവേദിക്കണം. 8 കൂട്ടം അതിനകത്ത് ചേമ്പ്, ചേന, കിഴങ്ങ്, കാച്ചിൽ, ഏത്തയ്ക്ക, നനകിഴങ്ങ്, കരിമ്പ്, ശർക്കര, കൂർക്ക, ചില സ്ഥലങ്ങളിൽ മധുരക്കിഴങ്ങും ചേർത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവയെല്ലാം കുറച്ച് ചുട്ടും, അതായത് എല്ലാ കിഴങ്ങും കുറച്ച് ചുട്ടും എടുത്ത് ബാക്കി അല്ലാതെ അരിഞ്ഞ് വെച്ചാണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നത്. അതില് ഗണപതി, അതായത് വലത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഗണപതി, മഹാവിഷ്ണു, പാർവതി, ശിവൻ, ഈ 4 പേർക്കായിട്ട് വെച്ചാണ് നിവേദിക്കുന്നത്. ഞാൻ നിവേദ്യത്തിലേക്ക് കിടക്കുന്നില്ല, കാര്യം എനിക്ക് അത്രയും സമയം കാണില്ല. നിവേദ്യം ഇവിടെ ഓൾറെഡി പലരും പറഞ്ഞു എന്ന് ഞാൻ അമ്പിളിയോട് സംസാരിക്കുന്നതിനിടയിൽ അറിയുണ്ടായി. എങ്ങനെയാണ് നേദിക്കേണ്ടതെന്ന വിധികൾ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നേദ്യത്തിലേക്ക് കിടക്കുന്നില്ല. ഇങ്ങനെ എട്ടങ്ങാടി നിവേദിച്ചു കഴിഞ്ഞാൽ പരമശിവന് കരിക്കും വെറ്റിലപ്പാക്കും നിവേദിക്കും. നിവേദ്യം കഴിഞ്ഞ് അവിടെ തന്നെ തിരുവാതിര എട്ടങ്ങാടി നേദിച്ചതിന്റെ ചുറ്റിൽ തന്നെ നമ്മൾ തിരുവാതിര കളിക്കണം. പരമശിവന് നേദിച്ച വെറ്റിലപ്പാക്കും മംഗല്യവതികൾ, അതായത് ഇപ്പൊ ഞാൻ വെറ്റിലയും പാക്കും കരിക്കും ഞാൻ നേദിച്ച അത് ഞാൻ തന്നെ കഴിക്കണമെന്നുണ്ട്. അപ്പൊ ഈ വർഷത്തെ തിരുവാതിരയെ കുറിച്ച് പറയുകയാണെങ്കിൽ മകയിരവും തിരുവാതിരയും ഒന്നിച്ചു വരുന്നുണ്ട്. വൈകുന്നേരം സന്ധ്യയ്ക്ക് എട്ടങ്ങാടി നേദിച്ച് രാത്രി 9:15 തന്നെ തിരുവാതിര കളിച്ചു തുടങ്ങണം. അപ്പൊ ഈ 9:15 വരെ മകയിരം ഉള്ളൂ. മകയിരത്തിനാണ് എട്ടങ്ങാടി നേദിക്കുന്നത്. 12 മണിക്ക് പാതിരാപ്പൂ ചൂടുന്നതിന് മുൻപായി ഗണപതി, സരസ്വതി, ശിവൻ, സത്യാസ്വയംവരം, പാർവതി സ്വയംവരം, 10 വൃത്തം 10 പാടാൻ നമുക്ക് സമയം കിട്ടാറില്ല. അപ്പം അത്യാവശ്യം അംബികാപാദ അതുപോലുള്ള ചില എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള 10 വൃത്തത്തിലെ പല പാട്ടുകളും. പക്ഷെ 10 വൃത്തം ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഈ 2 വരിയെങ്കിലും പാടി
പാടുന്ന അതുപോലെ തിരുവാതിര മാഹാത്മ്യം എന്നിവ പാടി കളിച്ചിട്ട് ആണ് നമ്മള് പാതിര പൂ ചൂടുന്ന ഇതിന് മുമ്പുള്ള ചടങ്ങുകളിലേക്ക് കിടക്കുന്നത്. ആദ്യം നമ്മൾ എന്തുവാ ഒരു തിരുവാതിര കളിക്കും. ഘോഷമോടെ പൂ പറിക്കണം. ഘോഷമോടെ പൂ പറിക്കാൻ പോരിൻ പോരിൻ തോഴിമാരെ എന്ന പാട്ടുപാടി കളിച്ചിട്ട് വല കോർത്ത് രണ്ട് സൈഡിലായിട്ട് നിന്ന് ഒരു മത്സരം പോലാണ്. രണ്ട് സൈഡിലായിട്ട് നമ്മൾ നിന്നിട്ട് തൃശ്ശൂരെ മതിലകത്ത് ഒന്നുണ്ട് പോൽ പൂത്തിളഞ്ഞി ആയിലഞ്ഞി പൂ പറിക്കാൻ പോരിൻ പോരിൻ കൂട്ടുകാരെ ഒരു ഗ്രൂപ്പ് ഇത് പാടുമ്പം മറ്റേ കൂട്ടുകാരെ തൃശ്ശൂരെ മതിലകത്ത് ഞാൻ പൂ പറിക്കാൻ വരുന്നില്ല, ഞങ്ങളാരും പോരുന്നില്ല. ഇത് പറഞ്ഞ് 10 പ്രാവശ്യം ഇങ്ങനെ ഒന്നുണ്ട് പോലെ അങ്ങനെ 10 ഇലഞ്ഞി വരെ വന്നു കഴിഞ്ഞ് നമ്മളത് പൂ പറിക്കാൻ പോകും. പൂ പറിക്കാൻ പോകുമ്പം നമ്മുടെ ഈ ദശപുഷ്പങ്ങളിലുള്ള പുഷ്പങ്ങളെ കുറിച്ചുള്ള പാട്ട് അതായത് സാരസാക്ഷിമാർ കേൾപ്പീനെല്ലാരും ഭാഷീതം ഈ പാട്ട് അതായത് ആദ്യ കറുക തൊട്ട് എല്ലാ 10 ദശപുഷ്പങ്ങളെ കുറിച്ചും ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. ഇത് പാടിക്കൊണ്ടാണ് നമ്മൾ പൂ പറിക്കാൻ പോകുന്നത്. ഇങ്ങനെ പൂ പറിക്കാൻ പോയി അവിടെ നമ്മളെ ഇലഞ്ഞിത്തറയുടെ അല്ലെങ്കിൽ തുളസിത്തറ, ഇപ്പൊ നമ്മളെല്ലാം തുളസിത്തറയില് കൊണ്ട് ദശപുഷ്പം എല്ലാം കെട്ടി ഒരുക്കി നേരത്തെ വെക്കുകയാണ് പതിവ്. അപ്പൊ ദശപുഷ്പം അതെല്ലാം വെച്ചതിന് ശേഷം ഇതിന് ചുറ്റും 10 പ്രദക്ഷിണം വെക്കും. ഒന്നാനാം കുന്നിന്മേൽ ഒരടി കുന്നിന്മേൽ ഒന്നല്ലോ കന്യക പാല നട്ടു, പാലക്കില വന്നു പൂ വന്നു കായ് വന്നു പാലയ്ക്കു നീർ കൊടുക്കാതെ പാലയ്ക്ക് അങ്ങനെ 10 പ്രാവശ്യം കിണ്ടിയിൽ വെള്ളവും അഷ്ടമംഗല്യവും കൊണ്ടാണ് നമ്മള് ഈ തറയിലേക്ക് പോകുന്നത്. അങ്ങനെ പാലയ്ക്ക് 10 പ്രാവശ്യം വെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ദശപുഷ്പങ്ങൾ എടുത്തുകൊണ്ട് പൂ പറിച്ചുകൊണ്ട് വരുന്നു എന്നാണ് സങ്കല്പം. ദശപുഷ്പം കൊണ്ടുവന്ന നിലവിളക്കിന്റെ മുൻപിൽ വെച്ചിട്ട് ഓരോ പുഷ്പങ്ങളുടെയും ഗുണഗണങ്ങളും പറഞ്ഞ ഓരോന്നായി നമ്മൾ കയ്യിലെടുക്കണം. അതായത് ആദി കറുകയും ദേവദേവ ആ പാട്ടാണ് അവിടെ പാടാൻ. ആദി കറുകയും ദേവദേവ എന്നുള്ള പാട്ട് പാടി ഓരോ പൂക്കളും പിന്നെ കറുക തൊട്ട് നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചതിന് ശേഷം അതിനെ ചുറ്റിക്കെട്ടി പിന്നെ നമ്മൾ പാതിരാപ്പൂ നമ്മൾ ചൂടുക. ഈ പാതിരാപ്പൂ ചൂടിക്കഴിഞ്ഞിട്ട് വീണ്ടും കളി തുടങ്ങുകയായി. ഇത് രാവിലെ വരെ തുടരും. കഥകളി പദങ്ങൾ, സന്താനഗോപാലം, മറ്റ് കീർത്തനങ്ങള്, ഇതിൽ ചിലതൊക്കെ നിർബന്ധമായിട്ടും പാടേണ്ട പാട്ടുകളുണ്ട്. അപ്പൊ എല്ലാം എനിക്ക് ഇവിടെ ഇപ്പം പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്താ പറഞ്ഞ ഈ കഥകളിപ്പദം പറയുകയാണെങ്കിൽ നളചരിതം കൂടാതെ തന്നെ ഈ പിന്നെ ഇതിനകത്തെ ദക്ഷയാഗത്തിലെ ലോകാധിപ കാന്ത കരുണ ആ പാട്ട് ഇങ്ങനെയുള്ള ചിലത് അതുപോലെ വെളുപ്പിനെ ആകുമ്പോ എല്ലാവർക്കും ഒരു ഉറക്കമൊക്കെ വരുന്ന സമയമാണെങ്കിൽ ഞങ്ങള് പിന്നെ ഇത് നല്ല മുറുകി ഫാസ്റ്റ് ആയിട്ട് കളിക്കും. അപ്പൊ ഇത് കിരാതം എന്നുള്ള ആട്ടക്കഥയിലാണ്. അപ്പൊ ഇങ്ങനെ ആ കഥകളി പദങ്ങളും മറ്റ് കീർത്തനങ്ങളും എല്ലാം പാടി ഏകദേശം ഒരു 3:30 മണിയൊക്കെ ആകുമ്പോൾ 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ ഇത് വല കെട്ടാൻ തുടങ്ങും. കണ്ണനാമുണ്ണിയെ കാണുമാറാകണം തൊട്ട് തുടങ്ങും. കണ്ണനാമുണ്ണിയെ കാണുമാറാകണം. അത് പിന്നെ പച്ചക്കൊല്ലത്ത തിരുമേനിയും അച്യുതന്റെ ഗുണം കേട്ടാവോളം ഇച്ഛ മറ്റൊന്നില്ല അത് ഈ പാട്ടുകൾ പാടി വല കോർക്കുന്നു. ഈ വല കോർക്കുമ്പോ അതായത് വല കോർക്കുമ്പോൾ ഒറ്റ ലൈനായിട്ടാണ് വല എല്ലാവരും കൈ പിടിച്ച് നിൽക്കും. ഒരാള് എൻഡിൽ 2 പേര് ഇങ്ങനെ കാണാമല്ലോ, ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഇതിനടിയിൽ കൂടെ നമ്മൾ കറങ്ങി ഈ പാട്ടുകൾ തീരുന്ന വരെ ഇങ്ങനെ പോകും. ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കറങ്ങുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അപ്പുറത്തെ ആള് 2 കൈ ഇങ്ങനെ പിടിക്കും. അതിലേക്ക് കൂടെ കറങ്ങി പോകും. അങ്ങനെ പാടി ആ പാടിന് ശേഷം നമ്മുടെ എന്താ പറഞ്ഞ
അമ്പീനോടാനന്ദ പൈതലാം കൃഷ്ണനും അമ്പാടി തന്നിൽ വളരും കാലം. അത് പിന്നെ ഭൂതനാമോഷം, അംബുജലോചനൻ പണ്ടൊരു പൈതലായി എന്നുള്ള പാട്ട്. ഇതൊക്കെ പാടി താലോലമായിട്ട്, അത് എപ്പോഴും താലോലം, കുഞ്ഞുങ്ങളെ നമ്മൾ താലോലം ആട്ടുന്ന രീതിയിൽ, അതായത് നമ്മുടെ സാക്ഷാൽ അമ്പാടിക്കണ്ണനെ താലോലം ആടിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലും മംഗല്യവതികളും, അതായത് തിരുവാതിരക്കാർക്കും ഉടനെ കുഞ്ഞുണ്ടാവട്ടെ എന്നുള്ള ഒരു പിന്നെ ഏറെ സങ്കല്പത്തിലും ഒക്കെയാണ് ഈ താലോലം പാടുന്നതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഈ രാത്രി മുഴുവൻ ഉറക്കളച്ച് താലോലും എല്ലാം പാടിക്കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഏകദേശം ഒരു വെളുപ്പിന് 5:30 മണിയായിട്ടുണ്ട്. അത് അപ്പോഴാണ് നമുക്ക് അഷ്ടമംഗല്യവും കോടിയലിക്ക് തുണികളും എല്ലാമായിട്ട് നമ്മള് കുളത്തിലോ ആറ്റിൽ, ഞാൻ എൻ്റെ ഇല്ലത്തെ ആറ്റിലേക്ക്, ഞങ്ങളുടെ കുളം ഉണ്ടെങ്കിലും ആറിന്റെ തീരത്താണ് എൻ്റെ ഇല്ലം തിരുവല്ലയില്. അപ്പൊ ഞങ്ങള് ആറ്റിൽ ചെയ്യാറുണ്ട്. ഞങ്ങൾ കുളക്കടവ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ പോയി ഇതൊക്കെ പിന്നെ തുടിച്ചു കുളിക്കും. ഈ തുടിച്ചുകുളി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനും എല്ലാം ചിട്ടയായ പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ നമ്മൾ ഏതെങ്കിലും പാടുകയല്ല. അപ്പൊ തുടിച്ചു കുളിക്കുമ്പം ഒരു പാട്ട് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന, ഒന്നാകും പാൽക്കടലിൽ ഒന്നുണ്ടു പോൽ പള്ളിശങ്കിൽ, അങ്ങനെ ആ ഒരു പാട്ട്. അതിങ്ങനെ 10 ഈ 1 തൊട്ട് 10 വരെ ഉണ്ട്. പിന്നെ ഒറ്റക്കൊമ്പൻ ഗണപതിയെ, പിന്നെ 7 നാൾ തിരുവാതിര, കാരണം 7 നാൾ മുമ്പ് തുടിച്ചു കുളിക്കുന്നതാണെങ്കിലും 7 നാൾ തിരുവാതിര എന്നീ പാട്ടുകൾ പാടി നമ്മൾ തുടിച്ചു കുളിക്കും. അത് കഴിഞ്ഞ് നമ്മളെന്താ പറഞ്ഞ പതയ്ക്കും. അത് പതയ്ക്കാന്നോ മലരു ഇറക്കുക എന്നൊക്കെ പറയും. മദരിപുതാനും മലമകളും എന്നുള്ള ഒരു പാട്ട്. പിന്നെ പച്ചക്കൊല്ലത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണം, ശ്രീപത്മനാഭമുകുന്ദ മുരാന്തക നാരായണനെ കാണുമാറാകണം. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി പതച്ച് കുളിച്ച് കയറി കോടി അലക്കിയത് ഞൊറിഞ്ഞുടുത്ത് കണ്ണെഴുതി പൊട്ടുതൊട്ട് വരകുറി വരച്ച് പൂവ നിവേദിക്കണം. പൂവ നിവേദിക്കുമ്പോൾ പത്മ ഇടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൂവ നിവേദിക്കുമ്പോൾ നമ്മൾ പത്മ ഇടണം. പൂവ നിവേദിക്കുമ്പം നമ്മുടെ ഭഗവാന്മാരുടെ എന്ന് പറഞ്ഞ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലത്തേറ്റത് ഗണപതി, പിന്നെ മഹാവിഷ്ണു, പിന്നെ വരുന്ന ആദിത്യനാണ്. അത് കഴിഞ്ഞ് പാർവതി, അത് കഴിഞ്ഞ് ശിവൻ. ഇത്രയും പേർക്കാണ് പൂവനിവേദ്യം നിവേദിക്കുന്നത്. അതിനുശേഷം ചടങ്ങിന് 4 പാട്ട് പാടി കളിച്ച് നമ്മുടെ തിരുവാതിര വ്രതം തുടരണം. ഈ തിരുവാതിര തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നത് വരെ അരിയാഹാരം പാടുള്ളതല്ല. ഞങ്ങളൊക്കെ കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കും ഇത് ഭയങ്കര അതുവരെ ചോറ് വേണ്ടാത്ത ഞങ്ങൾ ആണെങ്കിൽ പോലും ഈ തിരുവാതിര ഏകാദശിയൊക്കെ വരുമ്പോ ഒരു ശകലം ചോറുണ്ടല്ലെങ്കിൽ എങ്ങനെയാണെന്നൊരു തോന്നലൊക്കെ വരുമായിരുന്നു. കാരണം കൊച്ചിലെ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ തിരുവാതിര തുടങ്ങി കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല, ഇല്ലത്തുണ്ടാക്കാറുമില്ല. അതുകൊണ്ട് പിന്നെ കഴിക്കാൻ പറ്റാറില്ല. സാധാരണ തിരുവാതിര പുഴക്ക്, ഗോതമ്പ് ചോറ് അല്ലെങ്കിൽ ചാമച്ചോറ്, അസ്ത്രം, പഴനുറുക്കൊക്കെയാണ് സാധാരണ വിഭവങ്ങൾ. പിന്നെ തിരുവാതിര കഴിയുന്ന നാഴി, അതായത് ഈ പ്രാവശ്യം 6-ാം തീയതി രാത്രി 12:15 തിരുവാതിര കഴിയുന്നത്. ഈ തിരുവാതിര കഴിയുമ്പോൾ നമ്മൾ തിരുവാതിര ഇതുവരെ ദിവസം ഇത്രയും ദിവസം, അതായത് 28 ദിവസം അല്ലെങ്കിൽ 12 ദിവസം നമ്മൾ കളിച്ച് അതിനൊരു സമാപ്തി കുറിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് വേറെ എല്ലായിടും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിന്റെ പാട്ട് പ്രത്യേകമാണുള്ളത്. ഈ നമ്മൾ സാധാരണ എന്താ പറഞ്ഞ ഗണപതി സരസ്വതി ഒക്കെ പാടിയതിന് ശേഷം 40-ാം വിളക്കിലെ നറുനെയ്യും പകർന്നിട്ട് നൽപോടെ നല്ലൊരു തിരിയുമിട്ട് ആ പാട്ട് പാടി കളിച്ചാണ് തിരുവാതിര നിർത്തുന്നത്. ഇപ്പൊ എന്ന് വെച്ചാൽ തിരുവാതിര പിന്നെ ഒരു എന്താ പറഞ്ഞ മഹാസംഭവമാണ്. പിന്നെ ഓണത്തിന് തിരുവാതിര കളിക്കും. പിന്നെ ധനുമാസത്തിലെ തിരുവാതിരയുടെ പ്രത്യേകത ഇതൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ നമ്പൂതിരിമാർക്ക് നമുക്ക് അല്ലെങ്കിൽ തന്നെ തിരുവാതിര കൂടി വെക്കുമ്പോ തിരുവാതിര കളിക്കും. അതിന് പാട്ടുകൾ പിന്നെ ചിട്ടയുണ്ട്. പിന്നെ അതുപോലെ അതായത് പെൺകുട്ടികൾ പ്രായം ഋതുമതി ആയി കഴിഞ്ഞാൽ 4-ാം കുളി കഴിഞ്ഞിട്ട് നമ്മൾ തിരുവാതിര കളിക്കും. അതുപോലെ വേളി കഴിഞ്ഞ് 4 ദിവസത്തെ വേളി കഴിഞ്ഞ് 4-ാം ദിവസം വേളി കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ അഷ്ടമംഗല്യൊക്കെ ആയി കുളത്തിൽ പോയി കുളിച്ച് 4-ാം ദിവസത്തെ കുളി കഴിഞ്ഞ് ഇത് വന്ന തിരുവാതിര കളിക്കും. പിന്നെ അമ്മാനം ആടുക എന്നൊരു പരിപാടി കൂടെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെ അമ്മാനം ആടുക ഇതൊക്കെ ഉണ്ട്. അപ്പൊ തിരുവാതിര പിന്നെ ഇപ്പൊ പലപ്പോഴും നമ്മളൊക്കെ അമ്പലങ്ങളിൽ ഒക്കെ കളിക്കാൻ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ തിരുവാതിര ഇപ്പൊ ഒന്നുകൂടെ എല്ലാവർക്കും
ഒരു കളിക്കാനുള്ള അവസരങ്ങളും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരുവിധം നന്നായി അറിയുകയും ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഞാൻ കണ്ടിട്ടുള്ള തിരുവാതിര ഇങ്ങനെയൊക്കെയാണ്. വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്കും നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിലും അടക്കം. ഞാൻ പയ്യന്നൂർ, എന്റെ മകൻ വേളി കഴിച്ചത് പയ്യന്നൂർ നിന്ന്. അവിടെ ഇങ്ങനെ പുത്തൻ തിരുവാതിര അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു. പക്ഷെ ഇപ്പം എല്ലാം നമ്മളൊക്കെ ചെന്ന്, നമ്മുടെ ആൾക്കാരൊക്കെ ചെന്ന് എല്ലാവിടെയും ഇത് പ്രചാരത്തിലാവുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്ന വത്സല ചേച്ചിക്കും ബിന്ദു ശർമ്മയ്ക്കും വളരെ വളരെ നന്ദി. ഞാൻ സമയം കൂടുതൽ എടുത്തില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാവുന്നതാണ്. അങ്ങനെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ. വേറെ ഒന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നന്നായി പറഞ്ഞു. കുറെ അറിവുകൾ ഓരോന്നും മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ ഈ ഏരിയയിലത്തെ അല്ലാത്ത കുറെ കാര്യങ്ങളും അറിയാൻ പറ്റി. പിന്നെ നമ്മുടെ ഭാഗത്ത് ലാമാസില് 40 കുറിയിടും. ലാമാസം 1-ാം തീയതിയാണ് 40 ഇറക്കിയ ഓണല്ലേ. കേക്കല്ലേ? 40 കുറിയിടുക എന്നൊരു ചടങ്ങുണ്ട്. അത് ലാമാസില് കടോട് കൂടി മഞ്ഞള് കുറിയിട്ടിട്ടാണ് നമ്മൾ കുളത്തുനിന്ന് പോലെ. അപ്പൊ ഈ മഞ്ഞള് നമ്മൾ കൊണ്ടുപോന്നിട്ട് 40 അരയ്ക്കും. അത് 40 പറഞ്ഞാൽ അത്തി, അരയാല്, പേരാല്, പിന്നെ ദശപുഷ്പം, പിന്നെ ഈ മഞ്ഞള് ഉണക്കി അത് ദിവസേന കുറിയിടും. ധനുമാസിലെ തിരുവാതിര വരെ ആണ് ഇത് കുറിയിടുക. അത് ഞാൻ പറയാൻ വിട്ടുപോയില്ല. ഉഷോപ്പോള് നന്നായി പറഞ്ഞു തന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം ഒന്ന് എഴുതി സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ? കാരണം ഇതൊക്കെ വാമൊഴിയായിട്ടായിരിക്കും നിങ്ങളൊക്കെ പഠിച്ചത്. ഇത്ര ഭംഗിയായിട്ട് ഇപ്പോഴും പറയാൻ കിട്ടുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്രമത്തിൽ എഴുതി സൂക്ഷിച്ചാൽ നാളത്തേക്ക് അതൊരു മുതൽക്കൂട്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. വളരെ നന്നായി. ഇതില് ഒരു കാര്യം കൂടി, ഊഞ്ഞാലാട്ടം അല്ലെങ്കിൽ മഞ്ഞൾ തേക്കൽ, ഇത് രണ്ടും കാര്യങ്ങളും ഇല്ലേ? വന്നില്ലല്ലോ ഇവിടെ. അങ്ങനെയൊന്നും ഇവിടെ ഞങ്ങള് ഊഞ്ഞാലാടുന്ന പതിവ് ഉണ്ടായിട്ടില്ല. ഊഞ്ഞാലാടും, അത് എണ്ണി ആടുന്ന സ്ഥലങ്ങളുണ്ട്. 108 ആടും. ഇതിപ്പോ ഉഷ അവിടുത്തെ രീതി പറഞ്ഞതാണല്ലോ. അല്ല, ഉണ്ടോന്ന് ചോദിച്ചതാട്ടോ, അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന് മാത്രം. ഉണ്ട്, ഊഞ്ഞാലാടലുണ്ട്. അത് ചടങ്ങായിട്ടുണ്ട്. കുളിച്ചു പോരുമ്പോ ഊഞ്ഞാലാടിയിട്ടേ അകത്തേക്ക് കേറാറുള്ളൂ. അങ്ങനെയാണ്. ഓരോ നാട്ടിലും ഓരോ പോലെ ആയിരിക്കും. ആയിക്കോട്ടെ. കേക്കല്ലേ? ഞാൻ ഗംഭീരായി പറഞ്ഞു. വളരെ സന്തോഷം. നന്ദി. ഉഷ വളരെ ചുറുചുറുക്കോടെ, എന്തായാലും നമ്മൾ തെരഞ്ഞെടുത്ത വ്യക്തി ഒട്ടും മോശമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ഒരു ചേച്ചി എന്നെ പാടും ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ 10-27 വർഷം കേരളത്തിൽ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും നമ്മളിവിടെ തിരുവാതിര കളിക്കാനും പിന്നെ ഒക്കെ പോകലും ഒക്കെ ഉണ്ട്. പിന്നെ തിരുവല്ലയിലെ എല്ലാ വർഷവും തന്നെ നമ്മള് തിരുവാതിരകളുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അതൊക്കെ ആചാരങ്ങൾ നിർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ടുകൂടിയാണ് എനിക്ക് ഇത്രയും പറയാൻ കഴിഞ്ഞത്. മത്സര ചേച്ചിയുടെ ശബ്ദം കേൾക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. പാട്ടുകളൊക്കെ വേണ്ട സ്ഥലത്ത് വേണ്ട പാട്ടുകള് ഒക്കെ എടുത്ത് സൂചിപ്പിച്ചു. പിന്നെ ആ ഭാഗത്തെ ചടങ്ങുകളും ഇപ്പൊ ഈ മധ്യ കേരളത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ വളരെ നന്ദി, സന്തോഷം ഉഷേ. നന്ദി ചേച്ചി, വിളിച്ചത്. അടുത്തതായിട്ട് നമ്മുടെ വിഷയാവതരണത്തിന് വേണ്ടിയിട്ട്